നമസ്കാരം. വിജയ് സംഗീത വിവാഹമോചന കേസ് തമിഴകത്ത് വലിയ ചർച്ചാ വിഷയമായി തുടരുകയാണ്. ഗുരുതരമായ ആരോപണമാണ് സംഗീത വിജയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്നും ഇതാണ് ബന്ധം തകരാനുള്ള കാരണമെന്നും സംഗീത ഡിവോഴ്സ് പെറ്റീഷനിൽ പറയുന്നു. ഭർത്താവിന്റെ അവഗണന തനിക്കുണ്ടാക്കിയ അപമാനത്തെക്കുറിച്ചും മാനസിക വിഷമത്തെക്കുറിച്ചും സംഗീത പെറ്റീഷനിൽ പരാമർശിക്കുന്നുണ്ട്. വിവാഹമോചനം, ന്യായമായ ജീവനാംശം, നിലവിൽ താമസിക്കുന്ന വീട്ടിൽ തന്നെ തുടരാനാകണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് സംഗീത ഉന്നയിക്കുന്നത്. സംഗീതയ്ക്കെതിരെ വിജയുടെ PR ടീമുകൾ തിരിഞ്ഞിട്ടുണ്ട്. സംഗീത വിജയുടെ രാഷ്ട്രീയ എതിരാളിയായ DMK തക്ക സമയത്ത് ഇറക്കിയതാണെന്നാണ് ഇവരുടെ എല്ലാം വാദം. എന്തായാലും 27 വർഷത്തോളം നീണ്ട വിജയ് സംഗീത ദാമ്പത്യം അവസാനിക്കാൻ പോവുകയാണ്. മറ്റൊരു സ്ത്രീയുമായി വഴിവിട്ട ബന്ധം സൂക്ഷിക്കുന്ന ഭർത്താവിനൊപ്പം ജീവിതം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന ചിന്ത വന്നതിനാലാണ് വിവാഹമോചനത്തിന് സംഗീത തന്നെ മുതിർന്നത്. 5 വർഷം മുമ്പാണ് വിജയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ചു തുടങ്ങിയത്. അതും അവിവാഹിതയായ ഒരു നടിയുടെ പേരിനൊപ്പം പേര് ചേർക്കപ്പെട്ട്. 2 ഓമനയായ മക്കളും സ്നേഹസമ്പന്നയായ ഭാര്യയുമുള്ള വിജയ് ഒരിക്കലും നടിയുമായി സൗഹൃദത്തിൽ കവിഞ്ഞൊരു ബന്ധം സൂക്ഷിക്കില്ലെന്ന് സിനിമാ പ്രേമികളും ആരാധകരും പോലും ഉറച്ചു വിശ്വസിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് വരെ. പക്ഷേ ആരാധകർക്ക് അറിയാത്തൊരു മുഖം വിജയ്ക്കുണ്ടെന്ന് ലോകത്തോട് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് നടന്റെ സ്വന്തം ഭാര്യയായ സംഗീത. തമിഴ് സെലിബ്രിറ്റികളുടെ താരപത്നിമാരിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് സംഗീത സ്വർണ്ണലിംഗത്തിനാണ്. ശാന്ത സ്വഭാവക്കാരിയായ സംഗീത ഇന്നും വിജയ് ആരാധകർക്ക് കൗതുകമാണ്. പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടാലും വേദിയിൽ കയറി സംസാരിക്കാനൊന്നും സംഗീത താല്പര്യം കാണിക്കാറില്ല. ഇപ്പോഴിതാ വിജയുടെ കുടുംബ സുഹൃത്ത് ജയന്തി കണ്ണപ്പൻ സംഗീതയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. സംഗീതയുടെ അടുത്തിടപഴകിയാൽ ആർക്കും ആരാധന തോന്നുന്ന വ്യക്തിത്വമാണ് അവരുടേതെന്ന് ജയന്തി പറയുന്നു. സംഗീതയ്ക്ക് വിജയ് രാഷ്ട്രീയം തെരഞ്ഞെടുത്തതിനോട് എതിർപ്പുള്ളതായി തോന്നിയിട്ടില്ല. ശാന്ത സ്വഭാവമുള്ള കുടുംബിനിയാണ് അവർ. മറ്റാരുടെ കാര്യത്തിലും തലയിടാതെ മക്കളുടെയും കുടുംബത്തിന്റെയും കാര്യങ്ങളെല്ലാം നോക്കി ജീവിക്കുന്ന രീതിയാണ് സംഗീതയ്ക്ക്. അവൾ കാരണം ആ കുടുംബത്തിലുള്ളവർക്കോ വിജയുടെ മാതാപിതാക്കൾക്കോ മറ്റു ബന്ധുക്കൾക്കോ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. വിജയ് ചന്ദ്രശേഖരനും ശോഭയ്ക്കുമുള്ള ഏക മകനാണ്. വിജയ് തെരഞ്ഞെടുക്കുന്ന സിനിമകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ നായികമാരെ സജസ്റ്റ് ചെയ്യാനോ സംവിധായകരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനോ ഒന്നും സംഗീത പോവാറില്ല. വിജയുടെ സിനിമകളുടെ കഥ പോലും സംഗീത കേൾക്കാറില്ല. വിജയുടെ അമ്മ ശോഭ എന്റെ നല്ല സുഹൃത്താണ്. ശോഭ എല്ലാ നവരാത്രിക്കും എന്റെ വീട്ടിൽ വരികയും പാട്ടുകൾ പാടുകയും എല്ലാം ചെയ്യാറുണ്ട്. വളരെ വർഷങ്ങളായി ഞങ്ങൾ പരിചയക്കാരും സുഹൃത്തുക്കളുമാണ്. വളരെ ശാന്ത സ്വഭാവമാണ് സംഗീതയ്ക്ക്. സംസാരിക്കുന്നതിൽ പോലും മിതത്വമുണ്ട്. ആലോചിച്ച് മാത്രമേ സംസാരിക്കൂ. അത്രത്തോളം അടുപ്പമുള്ളവരോട് മാത്രമേ ഫ്രണ്ട്ലി ആയി സംസാരിക്കൂ. സംഗീതയ്ക്ക് സുഹൃത്തുക്കൾ പോലും ലിമിറ്റഡ് ആണ്. ഞാൻ ആരാധിക്കുന്ന വ്യക്തിത്വമാണ് സംഗീതയുടേത്. സൂപ്പർ സ്റ്റാറായ ഒരു നടന്റെ പത്നി എങ്ങനെയായിരിക്കണമോ അങ്ങനെയാണ് സംഗീത. മജസ്റ്റിക് ആയ പെരുമാറ്റമാണ്. സംസാരവും വസ്ത്രധാരണവും എല്ലാം അത്രത്തോളം മഹത്തരമാണ്. മകൻ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്തു കൊടുക്കുന്ന അമ്മയാണ് ശോഭ. എന്ത് പഠിക്കണം, ആരെ വിവാഹം ചെയ്യണം എന്നതിലൊന്നും ശോഭ വിജയെ നിർബന്ധിക്കുകയോ തന്റെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മക്കൾ വിദേശത്ത് പഠിക്കുന്നത് കൊണ്ടാണ് സംഗീത വിദേശത്ത് താമസിക്കുന്നത്. വിജയെ വളരെ ചിട്ടയോടെയാണ് മാതാപിതാക്കൾ വളർത്തിയത്. ശോഭയ്ക്കും ചന്ദ്രശേഖരനും കലാവാസനയുണ്ട്. അതിനാലാണ് വിജയെയും കലയിലേക്ക് അയച്ചത്. മക്കളെയും ഭാര്യയും അകറ്റി നിർത്തുന്ന പ്രകൃതക്കാരനല്ല വിജയ്. എന്റെ മകന്റെ വിവാഹത്തിന് സംഗീതയും വിജയും വന്നിരുന്നു എന്നും ജയന്തി പറയുന്നു. മക്കൾ 2 പേരും 5 വർഷമായി സംഗീതയ്ക്കൊപ്പമാണ്. നടിയുമായി വിജയ്ക്കുള്ള ബന്ധത്തിന് മക്കളും എതിരാണ്. നടി സോഷ്യൽ മീഡിയയിൽ വിജയെക്കുറിച്ച് ഇടുന്ന പോസ്റ്റുകൾ തന്നെയും മക്കളെയും ഒരുപാട് വേദനിപ്പിക്കുകയും സമൂഹത്തിൽ അപമാനിതരാക്കുകയും ചെയ്തിരുന്നതായി ഡിവോഴ്സ് പെറ്റീഷനിൽ സംഗീത വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാഹമോചന ശേഷം തൃഷയെ താരം വിവാഹം ചെയ്യുമോ എന്ന് അറിയാനാണ് ഇന്ന് സിനിമാ ലോകം കാത്തിരിക്കുന്നത്. എന്തായാലും തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിലെ OG കപ്പിൾ പട്ടികയിൽ ഇടം പിടിച്ച വിജയും സംഗീതയും വേർപിരിയാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത ആരാധകരെ സംബന്ധിച്ചിടത്തോളം വേദന സമ്മാനിക്കുന്ന ഒന്ന് തന്നെയാണ്. 5 വർഷമായി വിജയിൽ നിന്നും അകന്നു കഴിയുന്ന ഭാര്യ സംഗീത തന്നെയാണ് വിവാഹമോചനം ആവശ്യപ്പെട്ട് ആദ്യം കോടതിയെ സമീപിച്ചത്. പ്രമുഖ നടിയുമായി വിജയ്ക്കുള്ള വഴിവിട്ട ബന്ധമാണ് ഡിവോഴ്സ് എന്ന തീരുമാനത്തിലേക്ക് സംഗീതയെ പ്രേരിപ്പിക്കുന്നത്. മാസ്റ്റർ സിനിമയുടെ റിലീസിനു ശേഷം വിജയ്ക്കൊപ്പം സംഗീത പൊതുവേദിയിൽ എവിടെയും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. 2021 മുതൽ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സംഗീത തന്നെയാണ് തൃഷയുമായുള്ള നടന്റെ ബന്ധം ആദ്യം കണ്ടെത്തിയതും ചോദ്യം ചെയ്തതും. തെറ്റ് സമ്മതിക്കുകയും ഇനി ആവർത്തിക്കില്ലെന്ന് സംഗീതയ്ക്ക് വിജയ് വാക്കു കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ടും പിന്മാറാതെ വിജയ് നടിയുമായുള്ള ബന്ധം തുടർന്നു. ആ നടി തൃഷയാണെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വിജയ് സംഗീത വിഷയത്തിൽ പ്രതികരിച്ച് ഗായിക സുചിത്ര രംഗത്തെത്തിയിരുന്നു. ഭാര്യയുമായുള്ള ബന്ധം വേർപ്പെടുത്തി നടിയുമായി പ്രണയം തുടരുന്നത് വിജയ്ക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ലെന്ന് സുചിത്ര പറഞ്ഞു. സംഗീതയുമായി മനസ്സ് തുറന്ന് സംസാരിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മക്കളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനാണ് വിജയ് ശ്രമിക്കേണ്ടതെന്നും സുചിത്ര പറയുന്നു. വിജയ് എത്രയും വേഗം ഫ്ലൈറ്റ് എടുത്ത് ലണ്ടനിലേക്ക് പോവുക. സംഗീതയോട് സംസാരിക്കുക. ചിലപ്പോൾ 2 അടി തരുമായിരിക്കും. അത് ഏറ്റുവാങ്ങുക. പിന്നീട് അത് നല്ലത് മാത്രമേ സമ്മാനിക്കൂ. 2 പേരും മനസ്സ് തുറന്ന് സംസാരിച്ച് തെറ്റുകൾ ഏറ്റു പറയൂ. 2 പേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എല്ലാം അറിഞ്ഞ് തീർക്കൂ. മക്കളെയും ചേർത്ത് പിടിക്കും. അതാണ് നടക്കേണ്ടത്. എല്ലാവർക്കും വിജയ് ഇഷ്ടമാണ്. സംഗീതയുടെ ഡിവോഴ്സ് പേപ്പർ വായിച്ചാൽ തന്നെ അവർക്ക് വിജയോടുള്ള സ്നേഹം മനസ്സിലാകും. അവരെക്കുറിച്ച് ആലോചിച്ച് പാവം തോന്നി. എത്ര ക്യൂട്ടായാണ് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്.
വിജയ്ക്കൊപ്പമുള്ള ഫോട്ടോയെല്ലാം പോസ്റ്റ് ചെയ്ത് ആ സ്ത്രീ എന്നെയും മക്കളെയും വെറുതെ ദേഷ്യം പിടിപ്പിക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹൃദയമുള്ള ഏത് സ്ത്രീക്കും സംഗീതയുടെ പരാതി വായിക്കുമ്പോൾ വേദന തോന്നും. അവരെ ഓർത്ത് സങ്കടം വരും. വിജയുമായി എപ്പോഴും കോണ്ടാക്റ്റുള്ള ആളല്ല ഞാൻ. വളരെ വിരളമായി മാത്രമാണ് കാണുന്നതും സംസാരിക്കുന്നതും. കോളിവുഡിലെ സെലിബ്രിറ്റീസ് എല്ലാവരും തമ്മിൽ ഇത്തരത്തിലാണ് സൗഹൃദം. അല്ലാതെ തുടർച്ചയായി സംസാരിക്കുന്നവരും ടച്ചിലിരിക്കുന്ന താരങ്ങളും കുറവാണെന്നും സുചിത്ര പറയുന്നു. കഴിഞ്ഞ ദിവസം വിവാഹമോചന കേസിനെ കുറിച്ച് പരോക്ഷമായി വിജയ് സംസാരിച്ചിരുന്നു. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടതില്ലെന്നാണ് വിജയ് പറഞ്ഞത്. ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ വിഷമിക്കുന്നതും അതിനെ പ്രതിരോധിക്കുന്നതും ഞാൻ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനും നിങ്ങളും ചേർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും. അതിലൊന്നും വിഷമിക്കരുത്. അതിൽ കാര്യമൊന്നുമില്ല. ആത്മവിശ്വാസത്തോടെ ഇരിക്കണം. നല്ലതേ നടക്കും. വിജയം ഉറപ്പെന്നായിരുന്നു വിജയുടെ വാക്കുകൾ. നടനെ കുറിച്ച് സുചിത്ര പറഞ്ഞ വാക്കുകൾ വൈറലായതോടെ ആദ്യമായി സുചിത്ര പറഞ്ഞ കാര്യത്തോട് യോജിപ്പ് തോന്നിയെന്നായിരുന്നു പ്രേക്ഷക പ്രതികരണങ്ങൾ. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് പോലും ഗുണമുണ്ടാവുകയുള്ളൂ. അല്ലാത്തപക്ഷം ജീവിതകാലം മുഴുവൻ അപമാനവും പരിഹാസവും ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് കമന്റ് ബോക്സിൽ ആളുകൾ കുറിച്ചത്. അതേസമയം ചെന്നൈയിലെ വീട്ടിലേക്ക് കയറാനുള്ള അനുമതി വരെ സംഗീതയ്ക്ക് വിജയ് നിഷേധിച്ചിരുന്നു. മക്കളുടെ സ്കൂളിലെ പരിപാടികളിലൊന്നും അദ്ദേഹം പങ്കെടുക്കാറില്ലെന്നും സംഗീത വ്യക്തമാക്കിയിരുന്നു. പിതാവിന് പിന്നാലെയായി മകനും സിനിമയിൽ സാന്നിധ്യം അറിയിച്ചിരുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മക്കളും അമ്മയ്ക്ക് പിന്തുണ അറിയിച്ചുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ദൃശ്യകാരണമായാണ് ഇരുവരും വേർപിരിയുന്നതെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. കാലമിത്രയായിട്ടും നടി അവിവാഹിതയായി തുടരുന്നതിന് കാരണം വിജയ് ആണെന്നുള്ള കണ്ടെത്തലുകളും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ തനിക്ക് അത്രയും പ്രിയപ്പെട്ട ആളാണ് വിജയ് എന്ന് തൃഷ മുൻപ് പറഞ്ഞിരുന്നു. ഇരുവരും ഒന്നിച്ച് പങ്കെടുത്ത പരിപാടികളുടെ വീഡിയോയും അഭിമുഖങ്ങളുമെല്ലാം വലിയ ചർച്ചയായിരുന്നു. വിവാദങ്ങൾ അരങ്ങ് തകർക്കുന്നതിനിടയിലായിരുന്നു ഇരുവരും ഒന്നിച്ച് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. തമിഴ് സിനിമാ ലോകത്തെ പ്രമുഖരെല്ലാം എത്തിയ വിവാഹ ചടങ്ങിലേക്കായിരുന്നു തൃഷയുടെ കൈയും പിടിച്ച് വിജയ് എത്തിയത്. മാച്ചിങ് ഡ്രസ്സിൽ നവദമ്പതികളെ പോലെയായിരുന്നു ഇവരെത്തിയത്. ഈ സമയത്ത് ഇത് ഒഴിവാക്കണമായിരുന്നു. സംഗീതയെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയാണോ ഇരുവരും ഇങ്ങനെ ചെയ്തതെന്ന് വരെയുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വേണ്ടത് ചെയ്തോളാം എന്നായിരുന്നു വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് വിജയ് മറുപടി നൽകിയത്. തന്നെ വിമർശിച്ചവർക്ക് പരോക്ഷമായി തൃഷയും മറുപടി നൽകിയിരുന്നു. അഭിനയ ജീവിതം അവസാനിപ്പിച്ചതിന് പിന്നാലെ കുടുംബജീവിതത്തിലും കാര്യമായ മാറ്റം വരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് വിജയ്. അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ വിജയും തൃഷയും വിവാഹിതരായെന്നുള്ള വിവരങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. സൂര്യ അടക്കമുള്ളവരെ ചിത്രത്തിൽ കാണാം. ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രങ്ങളുടെ പിന്നിലെ യാഥാർത്ഥ്യം തിരയുകയാണ് ആരാധകർ. ഇത് AI കാലഘട്ടമല്ലേ, ചിത്രം എഡിറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അങ്ങനെയുള്ള ചിത്രങ്ങളാവാനാണ് സാധ്യതയെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ടായിരുന്നു. ആ കുട്ടികളുടെ കാര്യമെങ്കിലും അദ്ദേഹത്തിന് ഓർക്കാമായിരുന്നു എന്ന് പറഞ്ഞവരും നിരവധിയാണ്.